അസ്സലാമു അലൈക്കും. സത്യം പറഞ്ഞാൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കണ്ട എന്ന് വിചാരിച്ചതാണ്. പക്ഷേ വീണ്ടും വീണ്ടും ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ മനസ്സിന് ഭയങ്കര വിഷമമുണ്ട്. പറയാതിരിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ളൊരു വിഷമം. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഫോൺ എടുക്കാൻ തന്നെ പേടിയാണ്. അതിൽ കാണുന്ന ഓരോ വാർത്തകൾ, സ്വന്തം മാതാവിനെ കൊന്നത്, സ്വന്തം കൂടപ്പിറപ്പിനെ കൊന്നത്, സ്വന്തം കൂട്ടുകാരനെ ആത്മാർത്ഥമായിട്ട് കൂടെ കൊണ്ട് നടന്ന കൂട്ടുകാരൻ സ്വന്തം കൂട്ടുകാരനെ കൊന്നത്, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ. സത്യം പറഞ്ഞാൽ ഫോൺ എടുക്കാൻ തന്നെ ഇപ്പോൾ പേടിയാണ്. നമ്മളൊക്കെ ഉമ്മ, ഉപ്പ, കൂടപ്പിറപ്പ്, കൂട്ടുകാർ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് നമ്മൾ കൊടുക്കുന്നൊരു സ്ഥാനമുണ്ട് നമ്മുടെ മനസ്സിലൊക്കെ. നമ്മളിപ്പോൾ ഇന്ന് ഈ നിലയിൽ, ആരായാലും ഇന്ന് ഈ നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിലൊരു പങ്ക് 100% അതിൻ്റെ പിന്നിലുള്ളത് എന്ന് പറഞ്ഞാൽ സ്വന്തം മാതാപിതാക്കൾ, സ്വന്തം കൂടപ്പിറപ്പ്, കൂട്ടുകാർ, ഇവരൊക്കെ തന്നെയാണ്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ജനങ്ങൾക്ക്, കുട്ടികൾക്ക് ഇതെന്താണ്, ഉമ്മാൻ്റെ വില എന്താ, സ്വന്തം കൂടപ്പിറപ്പിൻ്റെ വില എന്താ, കൂട്ടുകാരൻ്റെ വില എന്താ, ഒന്നും അറിയാൻ പറ്റാത്ത, അവർ അറിയാത്തതാണോ അല്ല ഇനി അറിയാത്തതുപോലെ നടിക്കുകയാണോ ഒന്നും പറയാൻ വയ്യ. കാരണം ലഹരിക്കടിമയായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവർക്ക് ഇതൊക്കെ കണ്ട് വലിച്ചങ്ങോട്ട് കയറ്റുമ്പോൾ ആരാണ് എൻ്റെ മുന്നിലുള്ളത്? ഉമ്മയാണോ, ഉപ്പയാണോ, എൻ്റെ അനിയനാണോ, ജ്യേഷ്ഠനാണോ, കൂട്ടുകാരനാണോ എന്നൊന്നും അറിയാൻ പറ്റാത്ത രീതിയിൽ അവരെ മൈൻഡ് അങ്ങനെ മാറിപ്പോയി. നമുക്കൊക്കെ നമ്മളെ ഉമ്മ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഉപ്പ എന്ന് പറയുമ്പോൾ അവർക്ക് നമ്മൾ കൊടുക്കുന്നൊരു വില ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇന്നും എൻ്റെ ഫോണിക്ക് ഉമ്മ ആയാലും ഉപ്പ ആയാലും വിളിക്കുമ്പോൾ എനിക്കൊരു പേടിയാണ്. ഇനി എന്തെങ്കിലും ചീത്ത പറയാൻ വിളിക്കുകയാണോ, അല്ല ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, വെറുതെ വിളിക്കുന്നതായിരിക്കാം. പക്ഷെ എന്നിരുന്നാലും ഒരു പേടിയാണ്. കാരണം എന്താ, നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചു വരുന്നുണ്ട് ഉമ്മാൻ്റെ കാലിനടിയിലാണ് സ്വർഗം, ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും പൊരുത്തല്ലാതെ അവൻ സ്വർഗത്തിൽ കടക്കൂല എന്നുള്ളതൊക്കെ നമ്മൾ ചെറുപ്പം മുതലേ നമ്മളിത് പഠിച്ചു വന്നിട്ടുള്ള ആൾക്കാരാണ്. ആ ഒരു കൺസെപ്റ്റിൽ ഉമ്മാനെയും ഉപ്പാനെയും കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഉമ്മാൻ്റെ മുഖത്ത് നോക്കുമ്പോൾ വരെ, അല്ലെങ്കിൽ ഉമ്മാനോടൊന്ന് സംസാരിക്കുന്ന സമയത്ത് വരെ പേടിയാണ്. കാരണം നമ്മളെ ഭാഗത്തുനിന്ന്, നമ്മളെ സംസാരത്തിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തിയിൽ നിന്നോ അവർക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും വരുമോ, വന്ന് പോവോ എന്നുള്ളൊരു പേടിയാണ്. ഇന്നത്തെ കാലത്തെ മക്കൾക്ക് അതൊന്നുമില്ല. എനിക്ക് എൻ്റെ 1-2 സുഹൃത്തുക്കളുണ്ട്. അവരെ ഉമ്മ മരണപ്പെട്ടു പോയവരാ. മാതാപിതാക്കളെ ഖബർ ജീവിതം അല്ലാഹു തആല സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അവരിന്നും ഇടയ്ക്ക് വിളിക്കുമ്പോൾ പറയും, വീട്ടിലേക്ക് കയറാൻ വയ്യ, വീട്ടിലേക്ക് പോവാൻ വയ്യ, മനസ്സ് അനുവദിക്കുന്നില്ല. കാരണം എൻ്റെ ഉമ്മ ഇല്ലാത്ത ആ വീട്ടിലേക്ക് ഞാൻ എങ്ങനെ പോവാനാ? ഉമ്മാനെ മനസ്സിലാക്കണം, അപ്പോഴേ ഉമ്മമാരെ വില നമുക്ക് മനസ്സിലാവും. ഉമ്മ നഷ്ടപ്പെട്ട വീട് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഉമ്മയും ഉപ്പയും മരണപ്പെട്ടു പോയ വീട് എന്ന് പറയുമ്പോൾ അത് വെളിച്ചം നഷ്ടപ്പെട്ടു പോയ വീട് തന്നെയാണ്. അത് നഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ വില മനസ്സിലാവും. എത്ര ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് അറിയാം. എന്തിന്, നമുക്ക് തന്നെ അറിയാലോ, നമ്മളൊക്കെ ഫോൺ യൂസ് ചെയ്യുന്നവരല്ലേ. ഇൻസ്റ്റഗ്രാം ആയാലും യൂട്യൂബ് ആയാലും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരല്ലേ. എത്ര വീഡിയോസുകൾ നമ്മൾ കാണുന്നുണ്ട്. ഉമ്മമാർ നഷ്ടപ്പെട്ടു പോയ മക്കളെക്കുറിച്ച് ഒരുപാട് പേര് പറയുന്നതായാലും ഒക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. എന്നിട്ടും ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ കാണുമ്പോൾ സത്യം പറയാൻ നല്ല വിഷമമുണ്ട്.
പേടിയാണ് ഫോൺ എടുത്ത് നോക്കാനിപ്പോൾ. ഇപ്പോൾ ഞാനും 2 ദിവസം ഉംറക്ക് പോയിട്ട് വന്നു. ഉംറക്ക് പോയപ്പോൾ ഞങ്ങളെ കൂടെ ഒരു അമീറായിട്ട് ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു. ആ ഉസ്താദിന് ഒരുപാട് രക്ഷിതാക്കൾ വിളിക്കുന്നുണ്ട്. ഞങ്ങളെ കൂടെ പോന്നിട്ടുള്ള രക്ഷിതാക്കൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഉസ്താദിനോട് നേരിട്ട് വന്നിട്ട് പറയുന്നുണ്ട്, ഉസ്താദേ ദ്വാരക്കണം, സ്വന്തം മക്കളെ കൈക്കൊണ്ട് മരണപ്പെടാതിരിക്കാൻ ദ്വാരക്കണേ. എത്ര നെഞ്ഞു പൊട്ടിയിട്ടായിരിക്കും ഓരോ മാതാപിതാക്കളും അത് പറയണതെന്ന് ആലോചിച്ച് നോക്കി. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, ഉമ്മയാര് ഉപ്പയാര് എന്നുള്ളത് ശരിക്കും പഠിക്കുക. പഠിച്ചു കഴിഞ്ഞിട്ട് അതുപോലെ അവരോട് പെരുമാറുക. നമുക്ക് അള്ളാഹിനോട് ദുആ ചെയ്യാം, അല്ലാതെ വേറൊരു വഴിയില്ല. ഇന്നത്തെ കാലത്തുള്ള മക്കളൊക്കെ അല്ലാഹു തആല നല്ല രീതിയിൽ വീടിനും നാടിനും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള മക്കളാക്കിയിട്ട് അല്ലാഹു തആല മാറ്റട്ടെ. അല്ലാഹു തആല എല്ലാ മക്കളെയും സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ഓക്കെ, അസ്സലാമു അലൈക്കും.